നമസ്കാരം. പുതുവർഷം ആരംഭിച്ചിരിക്കുന്ന ദിവസമാണ് എന്ന്. ഈ പുതുവർഷവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾക്ക് മുന്നോടിയായി കാണുന്നതായ ചില ലക്ഷണങ്ങളുണ്ട്. ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾ കാണുകയാണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുകയാണ് എങ്കിൽ, അത് ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമാകുന്നതിൻ്റെ ശുഭകരമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ഉയർച്ച വന്നു ചേരുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ആ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് തുളസി ധാരാളമായി പൂക്കുന്നു എന്നതാണ്. നിങ്ങളുടെ വീടുകളിൽ തുളസി ഇപ്രകാരം ധാരാളമായി ഇന്നേ ദിവസം പൂക്കുകയാണ് എങ്കിൽ, അത് ഈ വർഷം വന്നു ചേരാൻ പോകുന്ന ഐശ്വര്യപൂർണമായ കാര്യങ്ങളുടെ തുടക്കങ്ങളുടെ അല്ലെങ്കിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിൻ്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ലക്ഷ്മി നാരായണ കടാക്ഷത്താൽ ആ വീടുകൾ, ആ വ്യക്തികൾ ഉയരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തുളസി ധാരാളമായി പൂക്കുന്നു എങ്കിൽ സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന് നിസ്സംശയം പറയാം. ഇന്നേ ദിവസം നിങ്ങളുടെ വീട്ടിൽ ധാരാളമായി പൂക്കൾ വിടരുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണം തന്നെയാകുന്നു. പതിവിലും വിപരീതമായി ധാരാളം പൂക്കൾ പൂക്കുകയാണ് എങ്കിൽ അത് ശ്രീകൃഷ്ണ പ്രീതി ആ വീടുകളിലുണ്ട് എന്നും ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യവും ഉയർച്ചയും ഭഗവാന്റെ അനുഗ്രഹത്താൽ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരവും സന്തോഷകരവുമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മൂന്നാമത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പച്ചപ്പ് ഇന്നേ ദിവസം അനുഭവപ്പെടുന്നു എന്നതാണ്. പതിവിലും വിപരീതമായി ഇപ്രകാരം ധാരാളമായി പച്ചപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ആ വീടുകളിൽ ധനം വന്നു ചേരാൻ പോകുന്നതിൻ്റെ, ആ വർഷം കൂടുതൽ അനുകൂലമായി തീരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ, പ്രത്യേകിച്ചും പല്ല് ചിലയ്ക്കുന്നതായ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരവും, പല്ലിയുടെ സാന്നിധ്യം ആ സമയം പൂജാമുറിയിൽ കാണുകയാണ് എങ്കിൽ പോലും അത് ആ വീടുകളിൽ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കാം. കൂടാതെ പല്ലിയെ തുളസിയുടെ അരികിലായി കാണുന്നതും, അത് തുളസി തറയ്ക്ക് അരികിലായി കാണുകയാണ് എങ്കിൽ പോലും മഹാഭാഗ്യം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ദീർഘനേരം വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നു എങ്കിൽ, കൂടുതൽ സ്വർണ്ണ പ്രഭയോടെ ഇന്നേ ദിവസം വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം സമർപ്പിച്ചതായ പുഷ്പങ്ങൾ, പൂക്കൾ എന്നിവ വളരെയധികം സമയം വാടാതെ നിൽക്കുകയാണ് എങ്കിൽ, കൂടുതൽ സമയം വാടാതെ ഇരിക്കുന്നു എങ്കിൽ അതും ഏറ്റവും ശുഭകരവും ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം എന്തെന്നില്ലാത്ത സന്തോഷം രാവിലെ മുതൽ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്നതായ സമയത്തോ നാമം ജപിക്കുന്നതായ സമയത്താണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ, മനസ്സിലെ ആ ദുഃഖങ്ങൾ നിങ്ങൾ മറന്നു പോകുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ശുഭ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ശുഭവാർത്തകളോ അല്ലെങ്കിൽ മറ്റു ശുഭവാർത്തകളോ കേൾക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ്.
കൂടാതെ ഇന്നേ ദിവസം പാല് തിളച്ച് പോകുന്നതായി അപ്രതീക്ഷിതമായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി പരാമർശിക്കാം. കൂടാതെ സന്താനങ്ങൾക്ക് പ്രത്യേകിച്ചും ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചന തന്നെയാകുന്നു. മറ്റൊന്ന് മധുരം ലഭിക്കുന്നു എന്നതാണ്. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി മധുരം അത് പ്രസാദത്തിൽ നിന്നാണ് എങ്കിലും, മറ്റൊരു വ്യക്തി നൽകുന്നതാണ് എങ്കിലും, അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു അംഗം അപ്രതീക്ഷിതമായി വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതാണ് എങ്കിലും അനുകൂലമായ ഫലം തന്നെയാണ് വന്നു ചേരുക. സന്തോഷകരമായ നിമിഷങ്ങൾ, മംഗളകരമായ കർമ്മങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നതിന്റെയും സൂചനയായി പരാമർശിക്കാം. കൂടാതെ ഇന്നേ ദിവസം അപരിചിതരായ കുട്ടികൾ നിങ്ങളെ നോക്കി ചിരിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു. ഈശ്വരാനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേകമായ ചൈതന്യം, പ്രകാശം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ഇത് പലരും പറയുന്നതായ കാര്യവുമായി മാറാം. ഇത്തരത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ഈശ്വരാധീനം വർദ്ധിച്ചതിന്റെയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല തടസ്സങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ഐശ്വര്യപൂർണമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി ഇഷ്ടദേവതയുടെ ചിത്രം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് ആഗ്രഹ സാഫല്യം ഈ വർഷം സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം മറ്റ് ദേവതാ ചിത്രങ്ങളാണ് എങ്കിൽ പോലും ലഭിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ്. ഐശ്വര്യം വർദ്ധിക്കുന്നതിന്റെ സൂചനയാകുന്നു. മഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ ഇന്നേ ദിവസം മറ്റ് സമ്മാനങ്ങളാണ് എങ്കിൽ പോലും അപ്രതീക്ഷിതമായി ലഭിക്കുന്നതും ശുഭകരമാണ്. മഞ്ഞ വസ്ത്രമാണ് എങ്കിൽ അത് ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ ഒരു സൂചനയാണ് നൽകുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ഇഷ്ട ആഹാരം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ, ഇഷ്ട ആഹാര സമൃദ്ധി അപ്രതീക്ഷിതമായാണ് എങ്കിലും ലഭിക്കുന്നത് ആഗ്രഹ സാഫല്യം, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഇന്നേ ദിവസം തനിയെ ഉണരുകയാണ് എങ്കിൽ അത് ഇഷ്ടദേവതയുടെ കുടുംബദേവതയുടെ അനുഗ്രഹത്താൽ കൂടി സംഭവിക്കുന്നതായ കാര്യമാണ് എന്ന് പ്രത്യേകം ഓർക്കുക. അതിനാൽ ഇരു ദേവതകൾക്കും ഒരു നാണയത്തൊട്ടെങ്കിലും തലയ്ക്കൊഴിഞ്ഞ് മാറ്റി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം ഇരു ദേവതകളുടെയും മന്ത്രങ്ങൾ ജപിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വീട്ടിൽ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി സുഗന്ധം നിറയുന്നതാണ്. പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്നതായ സാഹചര്യത്തിൽ ഇപ്രകാരം വീടുകളിൽ സുഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ, പതിവിന് വിപരീതമായി ഇന്നേ ദിവസം വീട്ടിൽ സുഗന്ധം പരക്കുന്നു എങ്കിൽ പോലും അത് മഹാഭാഗ്യം വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾക്കും മറ്റ് നേട്ടങ്ങൾക്കും കാരണമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം വളരെയധികം കാണാൻ ആഗ്രഹിക്കുന്ന, വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിലും അവരെ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാണ്. അത് കുട്ടികളാകാം, അല്ലെങ്കിൽ മുതിർന്നവരാകാം, സുഹൃത്തുക്കളാകാം. ഇത്തരം വ്യക്തികളെ നിങ്ങൾക്ക് ഇന്നേ ദിവസം കാണുവാൻ സാധിക്കുന്നതും സന്തോഷം മനസ്സിലേക്ക് കടന്നു വരുന്നതും ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുന്നതിന്റെ സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കും. ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കാണുകയാണ് എങ്കിൽ തീർച്ചയായും ഈ വർഷത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ധനപരമായും മറ്റു നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. തീർച്ചയായും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.